നമസ്കാരം, ഞാൻ സൗമ്യ അജിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസസ് ലോ ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ചെയ്യാനുള്ളത് ലെറ്റസ് അസസ്, അതായത് വിലയിരുത്താം എന്നുള്ള ഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. എക്സാമിൻ ദ ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. പ്രഷറും വോളിയവും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് പി ഇൻറ്റു വി വിച്ച് ഈസ് ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദിസ്. രണ്ട് ചോദ്യങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ പി ഇൻറ്റു വി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. ആദ്യത്തേതിലാണെങ്കിൽ പി ഇൻറ്റു വി, പി 1 ആണ്, വി 8 ആണ്. 1 × 8, സോ ആൻസർ 8. ദെൻ രണ്ടാമത്തെ ചോദ്യം 2 ATM 4 ലിറ്ററും ആണ്. സോ അഗെയിൻ 2 × 4 8. Then third question 4 ATM and 2 liter. Again 4 × 2 8 എന്ന് ആൻസർ വരും. Then which is the gas law related to this? നോക്കുക, പ്രഷറും വോളിയവും തമ്മിലാണ് റിലേഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഏത് ലോ ആയിട്ടാണ് വരിക ആൻസർ വരുന്നത്? ബോയിൽസ് ലോ. നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ ഏത് ലോ ആയിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്? ആൻസർ വരുന്നത് ബോയിൽസ് ലോ ആണ് ആൻസർ വരിക. ബോയിൽസ് ലോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ക്ലിയർ ആണല്ലോ. നോക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം. അനലൈസ് ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഗ്യാസ് ലോ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് താഴെ തന്നിരിക്കുന്ന സാഹചര്യം വായിച്ച് നോക്കിയിട്ട് ഏത് വാതക നിയമമാണ് അനുയോജ്യമായതെന്ന് എഴുതണം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ, എ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ്, അതായത് ബലൂൺ ഊതി വീർപ്പിക്കുന്നു എന്നർത്ഥം. നമുക്കറിയാം, ഒരു ബലൂൺ ഊതി വീർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എത്രമാത്രം വായു നിറയ്ക്കുന്നോ അത്രത്തോളം ബലൂൺ എന്ത് ചെയ്യും? വീർക്കും അല്ലേ. അപ്പോൾ തന്മാത്രകളുടെ എണ്ണവും വ്യാപ്തവും തമ്മിലാണ് ബന്ധം വരുന്നത്. അപ്പോൾ ഏത് നിയമമായിരിക്കും അവിടെ വരുന്നത്? ആലോചിച്ച് നോക്കുക, ഏത് നിയമമാണ് വരിക? അവോഗാഡ്രോ നിയമമാണ് അവിടെ ആൻസർ വരിക. അവോഗാഡ്രോ നിയമം. കാരണം അവിടെ താപനിലയെ പറ്റിയും പറയുന്നില്ല, മർദ്ദത്തെ പറ്റിയും പറയുന്നില്ല. ഇനി അടുത്തത് നോക്കാം. വെൻ ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇറ്റ് സൈസ് ഡിക്രീസസ്. അതായത് വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. നമ്മൾ പഠിച്ചു നേരത്തെ, ജലത്തിനടിയിൽ എന്ത് കൂടുതലാണ്? മർദ്ദം കൂടുതലാണ്. അപ്പോൾ മർദ്ദം കൂടുതലായതുകൊണ്ട് ബലൂൺ വെള്ളത്തിൽ മുക്കിയപ്പോൾ എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? സൈസ് കുറയുന്നു. അപ്പം മർദ്ദം കൂടുതലാണ്, അവിടെ ബലൂണിൻ്റെ വലിപ്പം കുറയുന്നു. അപ്പം നമുക്കറിയാം അവിടെ ഏത് നിയമമായിരിക്കും വരേണ്ടത്? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം വരുന്നത് ഏതാണ്? ബോയിൽസ് നിയമം അല്ലേ. അപ്പം നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഏത് നിയമമാണ്? ബോയിൽസ് നിയമം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കുക. സർട്ടൈൻ ഡാറ്റ റിഗാർഡിംഗ് ദ വേരിയസ് ഗ്യാസസ് കെപ്റ്റ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഗിവൺ ബിലോ. നമുക്ക് തന്നിട്ടുണ്ട് നൈട്രജൻ, ഓക്സിജൻ, അമോണിയ, കാർബൺ ഡയോക്സൈഡ്. ഇതിൻ്റെ വ്യാപ്തം, വോളിയം തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തന്നിരിക്കുന്നത്. നൈട്രജൻ ഗ്യാസ് എത്ര ലിറ്റർ തന്നിട്ടുണ്ട്? 10 ലിറ്ററിന് തന്നിട്ടുണ്ട്. അതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സ്. അതായത് 10 ലിറ്റർ വ്യാപ്തമുള്ളപ്പോൾ അതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? എക്സ്. അപ്പോൾ ഓക്സിജൻ ഇപ്പോൾ എത്ര ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 ലിറ്റർ. അപ്പോൾ ഇതിലെ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ. 10 ലിറ്റർ എക്സ് ഉണ്ടെങ്കിൽ 10/2 ആണ് 5. അപ്പോൾ 5 ലിറ്ററിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും? x/2. ഇനി നമുക്ക് അമോണിയ നോക്കാം. അമോണിയയിൽ 10 ലിറ്റർ അമോണിയ വ്യാപ്തമാണ് പറഞ്ഞേക്കുന്നത്, വോളിയം. അപ്പോൾ ഇവിടെ എത്ര തന്മാത്രകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും? എക്സ് തന്നെ. ദെൻ കാർബൺ ഡയോക്സൈഡ് നോക്കുക. കാർബൺ ഡയോക്സൈഡിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നേക്കുന്നത് 2x. എക്സ് വന്നപ്പോൾ നമുക്ക് 10 ലിറ്റർ ആയിരുന്നു. അപ്പോൾ 2x വരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എത്രയായിരിക്കും വ്യാപ്തം വരുന്നത്? 10 × 2. അതുകൊണ്ട് നമുക്ക് ഉത്തരം എത്ര എഴുതാം ഇവിടെ? 20 ലിറ്റർ. മനസ്സിലായോ? കംപ്ലീറ്റ് ദി ടേബിൾ എന്നായിരുന്നു. നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ തന്നെ വിച്ച് ഗ്യാസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഹിയർ. നിങ്ങൾ നോക്കിയാൽ മതി, വ്യാപ്തവും നമ്പർ ഓഫ് മോളിക്യൂൾസും, അതായത് തന്മാത്രകളുടെ എണ്ണവും തമ്മിലാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ ഏത് നിയമം പറയാം? അവോഗാഡ്രോ നിയമമാണെന്ന് പറയാം. അവോഗാഡ്രോ നിയമം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി അല്ലെങ്കിൽ മനസ്സിലാക്കി. ഇനി ബാക്കി ഏതാന്ന് നോക്കാം. 4ാമത്തെ ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. മോളിക്കുലാർ മാസ് 44 ആണ് തന്നിട്ടുണ്ട്. അതായത്
STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ മാസ് കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട്. ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP. അപ്പോൾ നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും ഗിവൺ മാസ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ മാസ് തന്നെ ഇട്ടു. മോളിക്കുലാർ മാസ് എത്രയാ തന്നിട്ടുണ്ട്? 44 സമം ഗിവൺ വോളിയം 112 ഡിവൈഡഡ് ബൈ ഏതാണ്? വോളിയം അറ്റ് STP എപ്പോഴും എത്രയായിരിക്കും? 22.4 അല്ലേ. അപ്പോൾ നമുക്കറിയാം 112 22.4 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 5 കിട്ടും ആണല്ലോ. അപ്പോൾ മാസ് ഈക്വൽ ടു, മാസിനെ ഇവിടെ നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 5 × 44 നമുക്ക് എത്ര കിട്ടും? 220 ഗ്രാം എന്ന ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് ഇത്രയും കാർബൺ ഡയോക്സൈഡിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ എ പാർട്ട് ചെയ്തത്. ഇനി ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ ഇറ്റ്. അതായത് ഇത്രയത്തിൽ എത്ര കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് എത്രയായിരുന്നു? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP ചെയ്തപ്പോൾ എത്ര മോളിക്യൂൾസ് ആണ് നമുക്ക് കിട്ടിയായിരുന്നു? എത്രയായിരുന്നു? 5 ആയിരുന്നു അല്ലേ. അപ്പം അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 5 × അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23. അപ്പോൾ ഇത്രയും കണികകൾ അല്ലെങ്കിൽ ഇത്രയും തന്മാത്രകളാണ് എവിടെയുള്ളത്? കാർബൺ ഡയോക്സൈഡിൽ അടങ്ങിയിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 ഗ്രാം അമോണിയ അറ്റ് STP. മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? STPയിലെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 170 ഗ്രാം അമോണിയയുടെ STPയിലെ വ്യാപ്തം. അപ്പോൾ ഇതേ സമവാക്യം തന്നെ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് സമം അല്ലെങ്കിൽ ഈക്വൽ ടു ഗിവൺ വോളിയം, തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP. അപ്പം നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത് ഗിവൺ വോളിയം തന്നിട്ടുണ്ട് അല്ലേ. അല്ല, ഗിവൺ വോളിയം അല്ല, ഗിവൺ മാസ് ഉണ്ട്. മാസ് തന്നിട്ടുണ്ട്, വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കണം. അപ്പം മാസ് 170 ഗ്രാം, അമോണിയയുടെ മാസ് തന്നിട്ടുണ്ട് 17, വോളിയം നമുക്കറിയില്ല. STPയിലെ വോളിയം നമുക്കറിയാം 22.4. അപ്പോൾ ഇത് തമ്മിൽ വെട്ടുമ്പോൾ നമുക്കറിയാം എത്ര ഉത്തരം വരിക? 10 എന്ന് വരും. അപ്പോൾ വ്യാപ്തം അഥവാ വോളിയം സമം ഇതങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണമല്ലോ. 10 × 22.4. സോ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 224 ലിറ്റർ. വ്യാപ്തം ചോദിച്ചാൽ യൂണിറ്റ് ലിറ്റർ കൊടുക്കണം. നേരത്തെ മാസ് ചോദിച്ചപ്പോൾ നമ്മൾ ഗ്രാം കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം നോക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ എത്ര മോൾ തന്മാത്രകൾ ഉണ്ടെന്ന് കണ്ടെത്തുക. ചോദ്യം വളരെ സിമ്പിളാണ്. മാസ് 56 ഗ്രാം നൈട്രജന്റെ മോളിക്കുലാർ മാസ് അതായത് തന്മാത്രാ ഭാരം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജലത്തിൻ്റെയും. അപ്പം നമ്മൾ സമവാക്യത്തിൽ കൊടുത്താൽ മാത്രം മതി. തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ 56 ഡിവൈഡഡ് ബൈ 28 നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് കിട്ടും? 2 അല്ലേ. ഇനി അതേപോലെ ജലത്തിൻ്റെ ആണെങ്കിലോ, ജലം നമുക്കറിയാം തന്നിരിക്കുന്ന മാസ് 90 ഡിവൈഡഡ് ബൈ 18 ഗ്രാം. അപ്പോഴും എത്ര തന്നെ വരും നമുക്ക് ഉത്തരം? 90/18 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 5. അത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് വരുന്നത്. ഇത് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കുക. ദ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ ഈസ് 17. അമോണിയയുടെ മോളിക്കുലാർ മാസ് 17. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൗ മച്ച് ഈസ് ദ GMM ഓഫ് അമോണിയ. അതായത് അമോണിയയുടെ GMM എത്രയാണ്? നമുക്ക് മോളിക്കുലാർ മാസ് 17 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ GMM എത്രയാണ്? അത്രയും ഗ്രാം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം പദാർത്ഥത്തെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 17 ഗ്രാം തന്നെ. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 170 ഗ്രാം അമോണിയ. 170 ഗ്രാം അമോണിയയിൽ എത്ര മോൾ തന്മാത്ര അടങ്ങിയിരിക്കുന്നു? നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം അല്ലേ. തന്നിരിക്കുന്ന മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. ഗിവൺ മാസ് എവിടെ ഇത്രയാണ്? 170 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ നേരത്തെ ചോദ്യത്തിൽ തന്നിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 17. അപ്പോൾ ഉത്തരം നമുക്ക് എത്ര വരും? 10 മോൾ എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദി എബവ് സാമ്പിൾ ഓഫ് അമോണിയ. അതായത് ഇത്രയും അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്.
തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താണ്? മോൾ എണ്ണം, എന്താ അങ്ങനെയല്ലേ പഠിച്ചത്? മോൾ എണ്ണം ഗുണം എന്ത് കൊടുക്കണം? അവോഗാഡ്രോ സംഖ്യ. അതായത് നമുക്ക് ഉത്തരം എങ്ങനെ വരും? മോൾ എണ്ണം എന്ന് പറയുമ്പം മോൾ എണ്ണം 10 ഗുണം അവോഗാഡ്രോ സംഖ്യ 6.022 ഇൻറ്റു 10⁻23. ചോദ്യം നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ 32. വാട്ട് ഈസ് ദ GMM ഓഫ് O2? നേരത്തെ അതേപോലത്തെ ചോദ്യമാണ് അല്ലേ? മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്, ഇതിന്റെ GMM എത്ര എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എത്ര എഴുതിയാൽ മതി? 32 ഗ്രാം. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ആർ ദർ ഇൻ 64 ഗ്രാം ഓക്സിജൻ ആൻഡ് ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ ഇറ്റ്? അതായത് 64 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ തന്മാത്രകളുണ്ട്, അതിൻ്റെ കൂടെ അതിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നും എടുത്തെഴുതണം. ആദ്യം എത്ര മോൾ, പിന്നെ എത്ര തന്മാത്രകൾ ഉണ്ടെന്നും എഴുതണം. അപ്പോൾ 64 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഗിവൺ മാസ് 64 ഡിവൈഡഡ് ബൈ എത്രയാണ് O2ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്? 32. അപ്പോൾ നമുക്കറിയാം എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 2 മോൾ. ഇനി അതിനകത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ഹൗ മെനി മോളിക്യൂൾസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എത്ര എഴുതണം നമുക്ക്? 2 ഇൻറ്റു എന്ത് എഴുതണം? അവോഗാഡ്രോ നമ്പർ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇനി അതിൻ്റെ സി പാർട്ടും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 64 ഗ്രാം അമോണിയ. അമോണിയ അല്ല, ഓക്സിജൻ. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസന്റ് ഇൻ 64 ഗ്രാം ഓക്സിജൻ. അതായത് 64 ഗ്രാം ഓക്സിജനിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമുക്ക് O2 ആണ് അല്ലേ ചോദ്യം. 64 ഗ്രാം O2 എന്നായിരുന്നു. അതിനകത്തെ ആറ്റങ്ങളുടെ എണ്ണവും കൂടെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിച്ചു. തന്മാത്രകളുടെ എണ്ണം എത്രയായിരുന്നു? 2 ഗുണം 6.022 ഇൻറ്റു 10⁻23. ഇതിൻ്റെ കൂടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഈ 64 ഗ്രാം ഓക്സിജനിലെ ആറ്റങ്ങളുടെ എണ്ണം. ഓക്സിജൻ ആറ്റം എത്ര ഉണ്ട് ഇതിനകത്ത്? 2 അല്ലേ? അപ്പോൾ എന്തും കൂടെ കൊടുത്താൽ മതി? ഇൻറ്റു 2. സോ നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം? 4 ഗുണം 6.022 ഇൻറ്റു 10⁻23. ഈ ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ക്ലാസ് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ഈ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗം തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ലെറ്റസ് അസസ് അല്ലെങ്കിൽ വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് കുറച്ച് തുടർ പ്രവർത്തനങ്ങളും കൂടെ ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ റിക്വയർഡ് ടു ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് ആറ്റം ആസ് ഇൻ 1 ഗ്രാം ഓഫ് ഹീലിയം? അതായത് 1 ഗ്രാം ഹീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ എണ്ണം ആറ്റങ്ങൾ ലഭിക്കാൻ കാർബൺ, ഓക്സിജൻ ഇവ എത്ര ഗ്രാം വീതം എടുക്കണം എന്നാണ്. 1 ഗ്രാം ഹീലിയം എന്നാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ആക്ച്വലി 4 ഗ്രാം ആണ്. 1 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോഴോ? 1 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? അതിനകത്ത് 1/4 മോൾ ഹീലിയം അല്ലേ? 1/4 മോൾ ഹീലിയം ഉണ്ടെന്ന് പറയാം. 1 ഗ്രാം ഹീലിയം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? 1/4 മോൾ. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ആർ റിക്വയർഡ് ടു ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 ഗ്രാം ഓഫ് ഹീലിയം എന്നാണ്. അപ്പോൾ നമുക്കറിയാം 1 ഗ്രാം ഹീലിയത്തിലെ തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1/4 ഇൻറ്റു എന്തും കൂടെ വരണം? 6.022 ഇൻറ്റു 10⁻23. ഇതാണ് ആരുടെ കേസ്? 1 ഗ്രാം ഹീലിയത്തിൻ്റെ കേസ് അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ആരുടെയാണ്? കാർബൺ. 1 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് 1 ഗ്രാം കാർബണിലെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹീലിയത്തിൻ്റെ മാസിനോട് ഈക്വൽ ആക്കാനല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ 1/4 മോൾ ഓഫ് കാർബണിൻ്റെ ശരിക്കുള്ള വെയിറ്റ് എത്രയാണ്? 12 അല്ലേ? ഇൻറ്റു ഇതേപോലെ തന്നെ അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ ഇവിടെ എത്ര വരും? നമുക്ക് ഉത്തരം 3 ഇൻറ്റു അല്ലേ 4ഉം 12ഉം കൂടെ 12 ഏതാണെന്ന് മനസ്സിലായില്ലേ? കാർബണിൻ്റെ മാസ്. 3 ഇൻറ്റു അവോഗാഡ്രോ സംഖ്യ. ഇനി അതേപോലെ തന്നെ 1 ഗ്രാം ഓക്സിജൻ്റെ ചോദിച്ചിട്ടുണ്ട്. 1 ഗ്രാം ഓക്സിജൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹീലിയമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. 1/4 മോൾ ഹീലിയം ഇൻറ്റു ഓക്സിജൻ്റെ മാസ് എത്രയായിരുന്നു? 16. അപ്പോൾ 4 വന്നു. പിന്നെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര എടുത്ത് എഴുതാം? 4 ഗുണം അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ നമുക്ക് പറയാം 1 ഗ്രാം ഹീലിയത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ എണ്ണ മാറ്റങ്ങൾ ലഭിക്കാൻ കാർബൺ എത്ര എടുക്കണം? 3 ഗുണം അവോഗാഡ്രോ സംഖ്യ എടുക്കണം. ഓക്സിജൻ എത്ര എടുക്കണം? 4 ഗുണം അവോഗാഡ്രോ സംഖ്യ അത്രയും എടുക്കണം. അടുത്ത
ചോദ്യം നോക്ക്. എക്സാമിൻ ദ സാമ്പിൾ ഗിവൺ. താഴെ തന്നിരിക്കുന്ന സാമ്പിളുകൾ നോക്കാനാണ്. 20 ഗ്രാം ഹീലിയം, 67.2 ലിറ്റർ നൈട്രോജൻ, 180 ഗ്രാം വാട്ടർ, 44.8 ലിറ്റർ അമോണിയ, 1 മോൾ H2SO4. അറേഞ്ച് ദ സാമ്പിൾ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എല്ലാത്തിലെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. എന്നിട്ട് കൂടി വരുന്ന രീതിയിൽ എഴുതണം അല്ലേ. ദെൻ വാട്ട് വിൽ ബി ദ അസെൻഡിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് ആറ്റം. അപ്പോൾ നമ്മൾ എന്തും കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് സാമ്പിൾ ബി, സി ആൻഡ് ഡി. ബിയുടെ മാസ്, സിയുടെ മാസ്, ഡിയുടെ മാസ്, ഇത് മൂന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 20 ഗ്രാം ഹീലിയം ആണ് അല്ലേ. അപ്പോൾ 20/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 4 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹീലിയത്തിൻ്റെ മാസ്. അപ്പോൾ 20/4 ചെയ്യുമ്പോൾ 5. അപ്പോൾ 5 ഗുണം അവോഗാഡ്രോ സംഖ്യ വരും. ഇവിടെയാണെങ്കിലോ അമോണിയ വരുമ്പോൾ 44.8 ലിറ്റർ അമോണിയ STP ആണ്. അപ്പോൾ അത് ഇവിടെ 5 വന്നു. ഇവിടെ എത്ര വരുന്നത്? 44.8 ഡിവൈഡ് ബൈ 22. ഞാൻ 5 അവോഗാഡ്രോ സംഖ്യ എന്ന് ഇവിടെ എഴുതിയില്ല കേട്ടോ. ഇതിന് ഇവിടെ എത്ര വരിക? 22.4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 അവോഗാഡ്രോ നമ്പർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 67.2 എന്താണ്? നൈട്രോജൻ STP ആണ്. അപ്പോൾ ഗിവൺ വോളിയം ഇതാണ്. അതേ ഡിവൈഡ് ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. അപ്പോൾ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുമ്പോൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിക്കണമല്ലോ. ദെൻ 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? ഓൾറെഡി തന്നിട്ടുണ്ട് 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇനി 180 ഗ്രാം വാട്ടറിൻ്റെത് 180 ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ മാസ് 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും? 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇപ്പം നോക്കിയേ, എല്ലാ സാമ്പിൾസിൻ്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ നോക്കി. ഇൻക്രീസിങ് ഓർഡർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം 1 മോൾ H2SO4, പിന്നെ 44.8 ലിറ്റർ അമോണിയ, പിന്നെ 67.2 ലിറ്റർ നൈട്രോജൻ, പിന്നെ 20 ഗ്രാം ഹീലിയം, ദെൻ ലാസ്റ്റ് 180 ഗ്രാം വാട്ടർ. ഇനി വാട്ട് വിൽ ബി ദ അസെൻഡിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഹീലിയത്തിലെ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുമ്പം ഒരൊറ്റ ആറ്റമല്ലേ ഉള്ളൂ, ഇൻറ്റു 1. ദെൻ ഇവിടെ നൈട്രോജൻ N2 ഇൻറ്റു 2 കൂടെ വരും. അപ്പോൾ 6 എന്ന് വരും അല്ലേ. അതായത് 3 ഇൻറ്റു Na ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എത്ര വന്നു? 6 എന്ന് വന്നു. ദെൻ ഇവിടെ 180 ഗ്രാം വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുമ്പം 2 1 3, അപ്പോൾ ഇൻറ്റു 3, അപ്പോൾ 30 വരും. ദെൻ ഇവിടെ ആണെങ്കിലോ അമോണിയ 3 1 4, അപ്പോൾ എത്ര വരുന്നു? ഓൾറെഡി 2 ആയിരുന്നു, അപ്പം 8 എന്ന് വരും അല്ലേ. 8 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇവിടെ ആണെങ്കിലോ 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ എത്രയും കൂടെ വരും? 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരുന്നു. ഇപ്പം H2SO4 എന്ന് പറയുമ്പോൾ 4 5 6 7 വരും. അപ്പോൾ 7 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കുക, അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആറ്റം വരുന്ന ഏതിലാണ്? വാട്ടറിലാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നേക്കുന്നത് ഏതിലാന്ന് നോക്കുക. വാട്ടർ കഴിഞ്ഞാൽ വന്നേക്കുന്നത് ഏതാ? ഇത് അമോണിയ. 4 ഗുണം 2 8 വരില്ല. 8 ഗുണം അവോഗാഡ്രോ നമ്പർ. പിന്നെ H2SO4 7 ഗുണം അവോഗാഡ്രോ നമ്പർ. പിന്നെ നൈട്രോജനിൽ 6 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ദെൻ ഇവിടെ 5 ഇൻറ്റു 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി അതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. BCD ആ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് എടുത്ത് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പം മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം വോളിയമാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ കണ്ടുപിടിക്കേണ്ട രീതി നേരത്തെ പറഞ്ഞതാണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് STP. അപ്പോൾ ഗിവൺ മാസ്, ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമോണിയയുടെ മോളിക്കുലാർ മാസ് ഇപ്പം നമുക്കറിയാം എത്രയാണ്? 17 അല്ലേ. ഡിവൈഡഡ് ഇവിടെ മാസ് കണ്ടുപിടിക്കാനുണ്ട്. സമം ഗിവൺ വോളിയം 44.8 ഡിവൈഡഡ് ബൈ എത്രയാണ് വോളിയം അറ്റ് STP? 22.4. അപ്പോൾ നമുക്കറിയാം ഇത് തമ്മിൽ വെട്ടുമ്പോൾ 2 കിട്ടും. പിന്നെ 17 ഗുണം 2, അപ്പോൾ എത്ര ഗ്രാം ആണെന്ന് പറയാം? 34 ഗ്രാം അമോണിയ ആണെന്ന് പറയാം. ഇനി 67.2 ലിറ്റർ നൈട്രോജൻ. അഗെയിൻ സെയിം ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? മാസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം മാസിൻ്റെ ഇക്വേഷൻ ദെൻ നൈട്രോജൻ ആകുമ്പം ഒരെണ്ണത്തിൻ്റെ 14, 2 ആകുമ്പോൾ 28 സമം എന്താണ്? 67.2 ഡിവൈഡ് ബൈ 22.4. ഇത് തമ്മിൽ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും അല്ലേ. അപ്പോൾ 28 ഇൻറ്റു 3. 28 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 24 4 ശിഷ്ടം 2 3 2 6 2 എത്രയാണ്? 8. സോ നമുക്ക് ആൻസർ കിട്ടും 84 ഗ്രാം എന്ന ആൻസർ കിട്ടും അല്ലേ. ഇനി നമുക്ക് ഡി പാർട്ട് നോക്കാം.
അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മോൾ H2SO4. 1 മോൾ ഓഫ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വേറെ ഒന്നുമില്ല, ഇതിൻ്റെ മാസ് കൂട്ടി എഴുതിയാൽ മതി. നമുക്കറിയാമല്ലേ, 2 ഹൈഡ്രജൻ 2 ഉള്ളതുകൊണ്ടാണ് 2 × 1 പ്ലസ് സൾഫറിൻ്റെ 32 പ്ലസ് ഓക്സിജൻ്റെ 4 × 16. സോ ഇത്രയും കൂടെ ചെല്ലുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, 98 ഗ്രാം കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 90 gram ഓഫ് വാട്ടർ ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്? എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും? അത് ഇവിടെ തന്നെ ചെയ്യാൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. 90/18. വാട്ടറിൻ്റെ മാസ് നമ്മൾ നേരത്തെ എഴുതിയതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടി 5 × അവോഗാഡ്രോ സംഖ്യ. അതായത് എപ്പോഴും ഓർക്കുക, തന്മാത്രകളുടെ എണ്ണം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര മോളാന്ന് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു അവോഗാഡ്രോ സംഖ്യ എഴുതണം. ദെൻ വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം? ഇപ്പം നമുക്കറിയാം ആറ്റത്തിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം തന്മാത്രകളുടെ എണ്ണം എഴുതിയിട്ട് അതിൻ്റെ കൂടെ എന്താണ് H2O എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കണം അല്ലേ, അത് നിങ്ങൾക്ക് അറിയാം. അപ്പം × 3. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി? 15 × അവോഗാഡ്രോ സംഖ്യ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദിസ് സാമ്പിൾ? അതൊന്ന് ഓർത്തിരിക്കുക. ഈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ വാട്ടർ ഇല്ലേ, ചോദ്യം നമ്മുടേത് വാട്ടർ ആയതുകൊണ്ട് വാട്ടർ. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് മാസ് അല്ല, നമ്പർ നോക്കുക. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1, അടുത്ത ഹൈഡ്രജൻ്റെ 2. ഇനി അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 8. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണേ. അപ്പോൾ ഈ വാട്ടറിൻ്റെ മൊത്തം ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 10 ആണ്. വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് സാമ്പിൾ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്മാത്രകളുടെ എണ്ണം 5 × അവോഗാഡ്രോ സംഖ്യ. അതിൻ്റെ കൂടെ വേണം ആരുടെ എണ്ണം എഴുതാനായിട്ട്? ഇലക്ട്രോണിൻ്റെ എണ്ണം 10. സോ അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 50 × അവോഗാഡ്രോ സംഖ്യ. മനസ്സിലാവുന്നുണ്ടോ? അത്രയുമാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു ഇതേപോലെ തന്നെ ഇപ്പോൾ വാട്ടറിൻ്റെ ചെയ്തതുപോലെ 170 ഗ്രാം അമോണിയ, ഇതിലെ ടോട്ടൽ ഇലക്ട്രോൺ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ടോട്ടൽ ഇലക്ട്രോണിൻ്റെ എണ്ണം. അങ്ങനെ ഒരു ചോദ്യം വന്ന് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അമോണിയയുടെ മാസ് 17. അപ്പോൾ നമുക്ക് 10 × 6.022 × 10⁻23. ഇതിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കിട്ടിയത് അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ ഇലക്ട്രോൺ ആണ്. അപ്പോൾ നിങ്ങൾ അമോണിയ എന്നൊന്ന് എടുത്തെഴുതുക. നൈട്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം. നൈട്രജനിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരുന്നു? 7. അതായത് അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി നൈട്രജൻ്റെ. ദെൻ ഹൈഡ്രജൻ 3 എണ്ണം അല്ലേ? അപ്പോൾ 3, 7 × 3 10. ഇത്രയും ഇലക്ട്രോൺസ് ഉണ്ട് അമോണിയയിൽ. പക്ഷെ ടോട്ടൽ ഇലക്ട്രോൺസ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ടോട്ടൽ ഇലക്ട്രോൺസ് ഈക്വൽ ടു ഈ തന്മാത്രകളുടെ എണ്ണം ഉണ്ടല്ലോ 10 × അവോഗാഡ്രോ സംഖ്യ. ഇതിനെ ഞാനിങ്ങനെ എന്നങ്ങ് എഴുതിയതാണേ, നമ്മുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം. സോ 10. അപ്പം മൊത്തം എത്രയായി? 100 × അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനിപ്പോൾ അറിയാലോ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിച്ചാൽ തന്നെ എല്ലാവിധ എന്താ പറയുക ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പാകത്തിനായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസസ് ലോ ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ബാക്ക് സൈഡിലെ ക്വസ്റ്റ്യൻസും ഒപ്പം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക്